മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ വെണ്ടേക്കുംപൊയിലിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വെണ്ടേക്കുംപൊയിൽ സ്വദേശി ഹരീഷിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നേന്ത്രവാഴകൾ നശിപ്പിച്ചത്. കുലച്ചതും കുലയ്ക്കാറായതുമായ 500ഓളം നേന്ത്രവാഴകളാണ് കാട്ടാനകൾ ചവിട്ടിമെതിച്ചത്. 10ാം ബ്ലോക്കിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി ചെയ്ത 2000 നേന്ത്രവാഴകളിൽ 500ഓളം വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. വന്യമൃഗാക്രമണം തടയാൻ 50,000 രൂപ മുടക്കി സ്ഥാപിച്ച സോളാർ വൈദ്യുത വേലിയും കാട്ടാനകൾ തകർത്തു. നിലവിലെ നേന്ത്രക്കായയുടെ വിലയനുസരിച്ച് 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 10 മുതൽ 20 കിലോ വരെ തൂക്കം ലഭിക്കേണ്ട വാഴക്കുലകൾ നഷ്ടമായി. സഹകരണ ബാങ്കിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും വായ്പയെടുത്താണ് ഹരീഷ് കൃഷി നടത്തുന്നത്. കൃഷിക്കായി ഇതിനോടകം വലിയ തുക ചെലവായി. ഏപ്രിൽ മാസത്തോടെ വാഴക്കുലകൾ വെട്ടിവിൽക്കാൻ കഴിയുമായിരുന്നെന്നും ഇതിനിടയിലാണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചതെന്നും ഹരീഷ് പറയുന്നു. ഒരു 10-15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ആനകൾ വരും, നശിപ്പിക്കുകയാണ്. കുറച്ച് പൈസ കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്താണ്. ഫോറസ്റ്റുകാരെ വിളിച്ച് പറയും, അവരിടയ്ക്ക് വരും, വന്ന് നോക്കി പോകും. കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊട്ടിക്കാൻ പറയും. വേറെ നടപടിയും കാര്യങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സോളാർ ഇട്ടിട്ടുണ്ട്, സോളാർ പൊട്ടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര വിഷമത്തിനും കാര്യത്തിലാണ് ഉള്ളത്. വനം വകുപ്പ് ഒരു വാഴയ്ക്ക് നഷ്ടപരിഹാരമായി പരമാവധി നൽകുന്നത് 87 രൂപ മാത്രമാണ്. ഒരു വാഴയ്ക്ക് 20 രൂപ പാട്ടമായി ഭൂമിയുടെ ഉടമയ്ക്ക് നൽകണം. കടങ്ങൾ എങ്ങനെ വീട്ടുമെന്നാണ് ഈ യുവ കർഷകൻ ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വനം വകുപ്പ് നടപടിയെടുത്തില്ലെങ്കിൽ കർഷകർക്ക് കൃഷിയിടം കാലിയാക്കേണ്ട അവസ്ഥ വരും. കൃഷിനാശം സംഭവിക്കുമ്പോൾ നിലവിലെ മാർക്കറ്റ് വിലയ്ക്ക് ആനുപാതികമായി പരിഹാരം കാലതാമസമില്ലാതെ നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.